ചേച്ചിയും എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്. ആരുടെങ്കിലും കൂടെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുള്ളൂ എന്ന്. ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും കാലം അത് കേൾക്കാൻ ഞാൻ നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു. ഇപ്പോ ഒരാളെന്നെ ക്ഷണിക്കുന്നു. അമ്മേ, നല്ല ആളാ, ഒരുപാട് സ്നേഹമുള്ള ആള്. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാ. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും എന്നെ ഇഷ്ടം. അവരുടെ ക്ഷണം നിരസിക്കാൻ എനിക്കാവില്ല. എനിക്ക് പോണം അവരുടെ ജീവിതത്തിലേക്ക്, ആ സൗഭാഗ്യത്തിലേക്ക്. ഒരു പക്ഷേ വല്ലപ്പോഴൊക്കെ ഇനി വരാൻ പറ്റുള്ളൂ എന്നിരിക്കും. എന്നെ വെറുക്കരുത്. അനുവാദവും അനുഗ്രഹവും വാങ്ങാൻ വന്നതാണ് ഞാൻ. നിനക്ക് നല്ലതേ വരുമെന്ന് എന്റെ മനസ്സ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ സന്തോഷായി. എനിക്കരയരുത് ഒന്നിനും. മോള് പോയിട്ട് വാ. ആന്റി, ആന്റി ഞങ്ങളെ പറ്റിച്ചു അല്ലേ? മമ്മിയാണെന്നൊക്കെ പറഞ്ഞ. ഈ ബാംഗ്ലൂരും ഹേമയുടെ സ്നേഹതീരവും എൻ്റെ ഒരു ഭാഗ്യതീരമാണെന്നാണ് തോന്നുന്നത്. ഇത്രയും കാലം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഭാരം അത് ഞാൻ ഇറക്കി. എല്ലാം ഞാൻ അവരോട് പറഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞാൽ ഹേമയെ ഞാൻ ക്ഷണിച്ചതുൾപ്പെടെ. രസം അതല്ല, അവരൊരുപാട് വിഷമിക്കുന്നതാണ് ഞാൻ കരുതത്. പക്ഷേ ഡാഡി വിഷമിക്കണ്ടെന്നാണ് അവർ പറയുന്നത്. എങ്ങനെയുണ്ട്? പറഞ്ഞതിലും നേരത്തെ ഞാൻ ഹേമയെ ഫ്രീ ആക്കാം. കാണരുത്, വിളിക്കരുതെന്നൊക്കെയാണ് മുമ്പ് പറഞ്ഞിരുന്നത്. അത് വേണ്ട. എന്തിനും ഏത് നേരത്തും ഹേമയ്ക്ക് എന്നെ കാണാം, വിളിക്കാം, ഒരു സുഹൃത്തും നിലയിൽ. ഇതാണ് എന്റെ കാർഡ്. ആന്റിയോട് താങ്ക്സ് പറയ്. താങ്ക് യു ആന്റി. ഞങ്ങള് പോവാ. ഹലോ അച്ഛമ്മ, ഇത് ഞങ്ങളാ. മക്കളെ, ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് പോവുക. ഇനിയത്തെ അവധിക്ക് വിളിക്കാൻ വരുമ്പോ ഡാഡിയുടെ കൂടെ അച്ഛമ്മ ഒരു മമ്മിയെ കൂടെ അയക്കണം. ഡാഡി ഞങ്ങളോട് എല്ലാം പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഒരിക്കലും ഡാഡി അങ്കിളെന്ന് വിളിക്കില്ല. എന്നും ഡാഡി ഞങ്ങളുടെ ഡാഡി തന്നെ. ഞങ്ങൾ ഇറങ്ങുക. വെക്കട്ടെ അച്ഛമ്മ? ഡാഡി ഹേമാന്റിയെ വിളിച്ചിട്ട് ഹേമാന്റി വന്നില്ലെന്ന കാര്യം അച്ഛമ്മയുടെ എന്താ പറയായിരുന്നേ? അത് പറയണ്ടെന്ന് അനു പറഞ്ഞു. പോവാൻ ഡാഡി. ഓ, we are going. നമ്മൾ ഈ സ്നേഹതീരം വിട്ട് പോവാണ്. അങ്ങേയറ്റം ആ വളവ് തിരിഞ്ഞാൽ 1-ാം നമ്പർ വീട്ടിലൊരാളിരിപ്പുണ്ട്. ഇത്തിരി കാലത്ത് നിങ്ങളുടെ മമ്മി.
സുധിയോടും അനുവിനോടും അന്ന് എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ അവരോട് ചെയ്ത ചതിക്ക്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും അവരുടെ യഥാർത്ഥ മമ്മിയാകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊരു ജോലിയായിട്ട് പോയില്ലേ. സ്കൂളിന്റെ അവിടെ വരെങ്കിലും ഞാൻ വന്നോട്ടെ. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. ഇനി ഒരിക്കലും മമ്മിയാകാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞ? സ്നേഹതീരത്തിന്റെ അവിടെ കാത്തു നിൽക്കുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. എന്നിട്ട് ഇവിടാണോ വന്ന് നിന്നെ? വേണ്ട, ഈ മമ്മി വരണ്ട. സ്കൂളിന്റെ അവിടെ വരെ മാത്രം വരണ്ട. എപ്പോഴും കൂടെ ഉണ്ടാവുമെങ്കിൽ വന്നാ മതി. ഞാനുണ്ടാവും.